ഒരു കാര്യം കൂടെ പറയാം. കാരണം ഇന്ന് കുട്ടികളെല്ലാവരും വാഹനങ്ങളിലും സൈക്കിളിലും ഒക്കെയാണ് പോകുന്നത്. +1 പഠിക്കുന്ന ഒരു ഇത് 10 പഠിക്കുന്ന കുട്ടികളൊക്കെ വണ്ടിയിൽ പോകുന്നത് ഞാൻ കാണുന്നുണ്ട് ഈ റോഡിൽ കൂടെ. അപ്പോൾ ഇലക്ട്രിക് വണ്ടിയാണ്, ചില വണ്ടിക്കൊന്നും ലൈസൻസ് ഒന്നും വേണ്ടാത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ വീട്ടുകാർ എടുത്തു കൊടുക്കും, പോയിട്ട് വരട്ടെ എന്ന് കരുതി, പെട്ടെന്ന് പോയിട്ട് വരാം. അപ്പം കൂട്ടുകാരൊക്കെ ആയിട്ട് പോകുന്നത് നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ എൻ്റെ പുറകെ ഒരു സൈക്കിളിൽ വരികയാണ്. അവിടെ ഞാൻ പഠിപ്പിക്കുന്നിടത്ത് തന്നെ ഉള്ളൊരു കുട്ടിയാണ്. അത് 1-ലോ മറ്റോ പഠിക്കുന്ന കുട്ടി. അപ്പോൾ അതിൻ്റെ ചേട്ടൻ അത് എന്നെ സൈക്കിളിൻ്റെ ഫ്രണ്ട് വശത്ത് വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് വരികയാണ്. അപ്പം ഇവനിങ്ങനെ വന്നു, എന്നെ കണ്ടു, എന്നെ വിളിച്ചു, ഞാൻ ആന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇവനാ സ്ലോ ചെയ്ത് അപ്പുറത്തുനിന്നും വണ്ടി വന്നു, പുറകിൽ നിന്നും ഈ സൈക്കിൾ ചവിട്ടി വരുന്ന അവൻ്റെ പുറകിൽ നിന്നും വണ്ടി വന്നു. എന്നിട്ട് അത് സ്ലോ ചെയ്ത് ഹോൺ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവൻ ഇതൊക്കെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോവാണ്. അപ്പോൾ എന്നിട്ട് കാരണം ചെറിയ സൈക്കിളാണെങ്കിലും ആളിന് കൊച്ചന് ഇച്ചിരി പൊക്കക്കുറവായതുകൊണ്ട് അവന് സീറ്റിലിരുന്നുകൊണ്ടൊന്നും താഴെ കാലെത്തത്തില്ല. ഇച്ചിരി മെനക്കേടാണ് അവനത് സൈക്കിളിൽ നിന്ന് ഇറങ്ങാന്ന് പറയുന്നത്, അത്ര ചെറിയൊരു. പക്ഷേ ഈ പെൺകൊച്ചിനെയും വെച്ചുകൊണ്ട് സൈക്കിളിൽ പോയി. അപ്പം എനിക്ക് അവിടെ നിന്നവരെല്ലാം വഴക്ക് പറഞ്ഞു, എടാ നീ ശ്രദ്ധിക്കാത്ത എന്താണ്, വണ്ടി വരുന്ന കണ്ടില്ലേ, ഇങ്ങനെയാണോ പോകുന്നതൊക്കെ അവിടെ നിന്നോട് പറയുന്നുണ്ട്. ഈ കൊച്ചന് ഇതൊക്കെ കേട്ടിട്ടുണ്ടാവാം. അവനെ കുറച്ചുകൂടി മുന്നോട്ട് മാറിയിട്ട് ഒരു വീടിൻ്റെ വാതിൽ നമ്മളിപ്പം കാറൊക്കെ കയറാൻ വേണ്ടി ഇച്ചിരി ഗേറ്റിൻ്റെ അവിടെ ഇത്തിരി ഉയർത്തി കെട്ടത്തില്ലേ, അങ്ങനെയുള്ളൊരു ഭാഗത്ത് വന്നപ്പം സൈക്കിൾ അവനോട് ചേർത്ത് നിർത്തിയിട്ട് സൈക്കിളിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ പൊക്കത്തിലോട്ട് അവൻ കാല് കുത്തി. എന്നിട്ട് ഈ കൊച്ചിനെ അവിടെ ഇറക്കി. എന്നിട്ട് അപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ വിടാൻ വേണ്ടിയിട്ടാണ്, ഞാൻ അങ്ങോട്ടാണല്ലോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചെന്നു. അപ്പോൾ ചോദിച്ചാൽ എൻ്റെ കൂടെ വരാനാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ച് എൻ്റെ കൂടെ നടന്നു വന്നു. ഇന്നതിൻ്റെ അമ്മ വൈകുന്നേരം വിളിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഇവിടെ സൈക്കിളിലാണ് കൊണ്ടുവന്നത്, അതത്ര സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം 2 പേരും കൊച്ചു പിള്ളേരാണ്. അപ്പം ചോദിച്ചു ആരാ കൊണ്ടുവരുന്നത്. അപ്പം പറഞ്ഞു ചേട്ടനാണ്, ആ കൊച്ചിൻ്റെ ചേട്ടനാണ്. അപ്പം പറഞ്ഞു എന്നിട്ട് അപ്പം വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ സൈക്കിളിൽ കൊണ്ടുവന്ന് വിട്ടിട്ടുള്ള കാര്യം. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം പറഞ്ഞ് കൊച്ചിനോട് ദേഷ്യപ്പെട്ട് അമ്മ, അതെന്തിനാ അങ്ങനെ വന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് ചേട്ടൻ പറഞ്ഞു പറയണ്ടാന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടനറിയാൻ, പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കില്ല, വഴക്ക് പറയുന്നു. അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ഒരു കാര്യം അവൻ ചെയ്തത്. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞ് കാര്യങ്ങളൊക്കെ അമ്മ അപ്പം തന്നെ ചോദിച്ചു. അങ്ങനെ പോട്ടെ, ഇനിയിപ്പം കുഴപ്പമില്ല, ഇനി അങ്ങനെ ചെയ്യരുത്. കാരണം ഒത്തിരി തിരക്കുള്ള റോഡാണ് വൈകുന്നേരമൊക്കെ, വലിയ വണ്ടിയൊക്കെ പോകുന്നത്. അപ്പം നമുക്ക് കാര്യങ്ങൾ ചില സമയത്ത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയുണ്ടല്ലോ, അതാണ്. അപ്പം കൊച്ചു കുട്ടികളല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അമ്മ കൊച്ചിനെയും കൊണ്ട് പോയിട്ടുണ്ട്. എന്താകുമോ എന്തോ, ഇച്ചിരി വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ അവരുടെ സേഫായിട്ടുള്ള ഒരു പോവുകയും വരികയും ചെയ്യാന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എനിക്കത് കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം അവിടെ നിന്നവരൊക്കെ വഴക്ക് പറയുകയും ചെയ്തു. 2 പേരും കൊച്ചു പിള്ളേരാണ്. അപ്പോൾ അവർക്കത് ആ റോഡിൽ അത്ര ശരിയാവത്തില്ല. ഏതായാലും ഇനി അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് ട്യൂഷനൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ.